ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത് വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ടും മനോഹരമായി സംസാരിച്ചുകൊണ്ടും ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ സംസാരിച്ചുകൊണ്ടും നമ്മുടെ ഇടയിലെത്തുന്ന പൊതുപ്രവർത്തകർ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കാപട്യവും ജീർണതയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാനിവിടെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ്റെ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചാണ്. ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നീടുള്ള അവരുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനം കിട്ടണമെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ മാതൃകാപരമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുള്ളൂ. എന്നാൽ നിർഭാഗ്യവശാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല വ്യക്തികളും വളരെ ജീർണത പിടിച്ചവരും മാനസിക വൈകല്യമുള്ളവരും ആയിത്തീർന്നത് കൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഓരോ നിമിഷവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എത്രയോ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടാണ് ബീഹാറിൽ ഇലക്ഷനെ നേരിട്ടത്. പക്ഷേ അവിടെ ദയനീയമായി അവർ പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. മാതൃകാപരമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ വിജയം കൈവരിച്ച് അധികാരത്തിലെത്താനും ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊടുത്തുവിട്ട ഒരു ബ്രഹ്മാസ്ത്രം തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു പരാതി എന്ന് പറയുന്നത്. മെയിനായിട്ട് ലൈംഗിക അപവാദമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത്. അത് പല സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ, അത് ഒരിക്കലും ഒരു നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് മാതൃകാപരമായി സേവനങ്ങൾ ചെയ്ത് കാണിച്ചതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി, വർഷങ്ങളായിട്ട് പാർലമെൻറ്റിൽ 13 സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് 13 ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ CPM-ന് പാർലമെൻറ്റിൽ 40-ൽ പരം സീറ്റുകളുണ്ടായിരുന്നു. അങ്ങനെ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ മാതൃകാപരമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് BJP-യുടെ അടൽ ബിഹാരി വാജ്പേയിയും അതേപോലെ തന്നെ അദ്വാനിയും ഒക്കെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് 200-ൻ്റെ അടുത്ത് സീറ്റ് ലഭിക്കുകയും കൂട്ടുമന്ത്രിസഭ ഉണ്ടാക്കുകയും എന്നാൽ അത് പരാജയപ്പെടുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് അവർ അധികാരത്തിൽ വരികയും ചെയ്തു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുകയും അങ്ങനെ ഇപ്പോൾ 10 വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാഷ്ട്രം അവർ ഭരിക്കുന്നത്. ഈ കാലഘട്ടത്തിനിടയിൽ ഒരു എടുത്തു പറയാവുന്ന ഒരു അഴിമതി കേസ് പോലും അവരെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കാൻ പറ്റാത്ത തരത്തിൽ ഭരണം കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ആ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ആർക്കും കാണിച്ചു തരാൻ പറ്റാത്ത തരത്തിൽ, എടുത്തു പറയാൻ പറ്റാത്ത കഴിയത്തിൽ അഴിമതിയില്ലാത്ത ഒരു ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തകരെല്ലാം തന്നെ എപ്പോഴും രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ചും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനും വേണ്ടി കഠിനമായി പ്രയത്നിക്കുമ്പോൾ അത് ജനങ്ങളുടെ സ്വാധീനം ഉണ്ടാക്കുകയും അവർ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല നിയമങ്ങൾ പാസ്സാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, നല്ല വശങ്ങളെ മറച്ചുപിടിച്ചുകൊണ്ട് അനാവശ്യമായ സമരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല വസ്തുതകൾക്ക് മുന്നിലുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് പല ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ നല്ല വശങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അതിനെ വിമർശിക്കാനും അതിനെതിരെ സമരം ചെയ്യാനും മാത്രം മുന്നിട്ടിറങ്ങിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. അതിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് യോജിച്ച് പ്രവർത്തിക്കുകയാണ് ഈ പാർട്ടികൾ എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ മാതൃകാപരമായി പ്രവർത്തിക്കണം. കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ പല പ്രവർത്തകരും പല തട്ടുകളായി തിരിഞ്ഞ് പല ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നതും, അതുപോലെ കോൺഗ്രസിൻ്റെ പ്രമുഖനായൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് അത് ചാനലുകളിലും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട്, വീട് എന്ന് പറയുന്നത് ചെറിയ വീടൊന്നല്ല, കൊട്ടാരതുല്യമായ വീട് പണിതുകൊണ്ട് അത് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് എൻ്റെ അഭിമാനമാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള ഈ കൊട്ടാരം പോലുള്ള വീടുകൾ പണിയുന്നതിന് പകരം സാധാരണക്കാർ ജീവിക്കുന്നത് പോലെ ഒരു വീട് പണിതിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമായിരുന്നു. അവർക്കൊന്നും ഇവിടെ ഭവനമില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, തെരുവിൽ കിടന്നുറങ്ങുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പറ്റി ഇവർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ വീടുകളൊക്കെ പണിത് താമസിക്കുന്നത്. അതൊക്കെ തന്നെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ഇല്ലാതിരിക്കുന്നതിന് ഒരു കാരണമാണെന്ന് പറയാം. സിമ്പിൾ ലൈഫ്, അതാണ് ഒരു നേതൃത്വത്തിന് വേണ്ടത്. അതില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ അവരെ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, നേതൃസ്ഥാനത്തിരിക്കുന്ന ഏത് പാർട്ടിയുടെ ആളുകളായാലും മാതൃകാപരമായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ പ്രവൃത്തി പരിചയമുള്ളവരും ആയിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ നേതൃത്വം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.